നമസ്കാരം. ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ജൂലൈ 19 മുതൽക്ക് 25 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ എല്ലാ രാശിക്കാർക്കുമുള്ള സാമാന്യ ഫല നിരൂപണം നടത്തുകയാണ്. ഗൃഹസ്ഥിതി പറഞ്ഞാൽ ഗുരു കർക്കിടകത്തിലാണ്, സൂര്യൻ കർക്കിടകത്തിലാണ്, ബുധൻ മിഥുനത്തിലാണ്, വക്രഗതിയുമാണ്, ശുക്രൻ ചിങ്ങത്തിലാണ്, കുജൻ ഇടവത്തിലും, ശനി മീനത്തിലും, രാഹു കുംഭത്തിലും, കേതു ചിങ്ങവുമാണ്. അതിൽ കഴിഞ്ഞ ആഴ്ചയേക്കാൾ വലിയ വ്യത്യാസമൊന്നുമില്ല. സൂര്യൻ്റെ വ്യത്യാസം കഴിഞ്ഞ ആഴ്ച വന്നു കഴിഞ്ഞു. ഈ ആഴ്ച കൂടുതൽ വ്യത്യാസങ്ങളൊന്നും അതിന് വരാനില്ല. ആദ്യം നമുക്ക് മേടം രാശിക്കാരുടെ ഫലം ഒരു നിരൂപണം നടത്താം. അശ്വതിയും ഭരണിയും കാർത്തിക കാലുമാണ്. ഇവരുടെ ജോലി അഥവാ ബിസിനസ്, പ്രൊഫഷണൽ രംഗത്തും ഒക്കെ 4-ാം ഭാവത്തിലാണ് ഗുരുവും സൂര്യനുമുള്ളത്. അത് മാനസികമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തും. ജോലിയിൽ വേണ്ടത്ര ശ്രദ്ധിക്കാനും ഒക്കെ അവർക്ക് സാധിക്കുന്നുണ്ട്. വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനുമൊക്കെ സാധ്യതയുണ്ട്. ബുധൻ വക്രത്തിലാണ്. ആ 3-ാം ഭാവത്തിലെ അതിൻ്റെ അവസ്ഥ കൊണ്ട് സർക്കാർ രേഖകളോ മുതലായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഇമെയിൽ, കത്തിടപാടുകൾ, ഇതിലൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിലൊക്കെ സൂക്ഷ്മത ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും സഹപ്രവർത്തകന്മാരുമായിട്ടോ മറ്റു കരാറുകാരുമായിട്ടോ ഒക്കെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പരസ്യം, വിപണനം മുതലായിട്ടുള്ള കാര്യങ്ങൾ നടത്തേണ്ടവർക്ക്, ബിസിനസ് സംബന്ധമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നത് കൊണ്ടും പഴയ ഉപഭോക്താക്കളെ വീണ്ടും കാണുന്നത് കൊണ്ടും ഉണ്ടാകുന്ന മെച്ചം ബിസിനസ്സിലും പ്രൊഫഷനിലും ഒക്കെ ഉണ്ടാകും. ധനസംബന്ധമായിട്ട് വീട്, വാഹനം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീട് നവീകരിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് താൽക്കാലികമായിട്ട് കുറച്ച് ചിലവ് കൂടുതലാണെങ്കിലും അത് കൂടുതൽ ഭാവിയിലേക്കത് ഗുണം ചെയ്യുന്നതാണ്. കുടുംബ സ്വത്തുക്കൾ സംബന്ധിച്ചുള്ള ചില തീരുമാനങ്ങളുണ്ടാകും. വായ്പകൾ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കണം. അനാവശ്യമായിട്ടുള്ള വായ്പകൾ കൊടുക്കാതിരിക്കാനും ജാമ്യം നിൽക്കാനും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് പൊതുവേ ആരോഗ്യം അനുകൂലം തന്നെയാണ്. എന്നാൽ രക്തസമ്മർദ്ദമുള്ളവർക്കും അതുപോലെ തലവേദന മുതലായിട്ടുള്ള കാര്യങ്ങൾ മുൻപേ ഉള്ളവർക്കുമൊക്കെ അത് കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. ഭക്ഷണക്രമം നിയന്ത്രിക്കുക, അതുപോലെ വിശ്രമവും കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മോചനം കിട്ടുന്നതാണ്. കുടുംബത്തിൽ മാതാപിതാക്കന്മാരുടെ ആരോഗ്യത്തിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് ചില രോഗങ്ങളൊക്കെ വരാൻ സാധ്യത ഉള്ളതായിട്ട് കാണാം. വീടുമായിട്ട് ബന്ധപ്പെട്ട ചില ശുഭ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ അത് ആസൂത്രണം ചെയ്യാനും ഒക്കെയുള്ള കാലമാണ്. ബന്ധുക്കളുമായിട്ടുള്ള സമാഗമവും ഉണ്ടാകും. ഇവർക്കൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഹനുമാൻ സ്വാമിയുടെ ദർശനം ശനിയാഴ്ച ദിവസം, അതുപോലെ ചൊവ്വ ശനി ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമിയെ ദർശനം നടത്തുക. അതുപോലെ തന്നെ കുജ മന്ത്രം, ചൊവ്വയുടെ മന്ത്രം അഥവാ കീർത്തനം മുതലായിട്ടുള്ളവ ജപിക്കുക. ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലം നൽകുന്നതാണ്.